to Malayali Reporter Australia for social, political and entertainment news. സിഡ്നിയിലെ ടൗൺ ഹൗസ് സമുച്ചയത്തിൽ നടന്ന സ്ഫോടനത്തിൽ ഒരാളെ കാണാതായി. പടിഞ്ഞാറൻ സിഡ്നിയിൽ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന സ്ഫോടനത്തിൽ ടൗൺ ഹൗസ് സമുച്ചയം തകരുകയും ഒരാൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്നു. 2 സ്ത്രീകളെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. സിഡ്നിയിലെ മൗണ്ട് യൂറിറ്റിന് സമീപമുള്ള വൈക്കണ്ടർ ക്രിസന്റിൽ നടന്ന സ്ഫോടനത്തിന്റെ കാരണം ഗ്യാസ് ലീക്ക് ആണെന്നാണ് പ്രാഥമിക അനുമാനം. സ്ഫോടനത്തിൽ ജനാലകൾ പൊട്ടിത്തെറിക്കുകയും മൾട്ടി അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ സമീപത്തുള്ള മറ്റ് ടൗൺ ഹൗസുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. സൈറ്റിലെ ഗ്യാസ് കണക്ഷൻ നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി കാണാതായ ആൾക്കുള്ള തിരച്ചിൽ തുടരും. തകർന്ന വീട്ടിൽ നിന്ന് 2 സ്ത്രീകളെ രക്ഷപ്പെടുത്തി. നിസാര പരിക്കുകളോടെ സെന്റ് ജോർജിലെയും ഹോക്സ്ബറിയിലെയും ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന 5 പേരിൽ ഇവരും ഉൾപ്പെടുന്നു. എന്നിരുന്നാൽ സ്ഫോടന സമയത്ത് വീടിന്റെ 2ാം നിലയിൽ ഉണ്ടായിരുന്ന ആളെ കണ്ടെത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കാണാതായ ആൾ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോടെ ഉണ്ടെന്ന് തന്നെയാണ് തങ്ങളുടെ വിശ്വാസമെന്ന്, തകർന്ന കെട്ടിടത്തിന്റെ രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ള തിരച്ചിലാണ് തങ്ങൾ നടത്തുന്നതെന്നും ഫയർ ആൻഡ് റെസ്ക്യൂ സൂപ്രണ്ട് റോസ് ജെൻഡേഴ്സ് പറഞ്ഞു. പ്രദേശത്ത് തീപിടുത്തത്തിന് സാധ്യതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ഇവിടെ സമാപിക്കുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.